സമയം 4:10. ഇത് വൈകുന്നേരം 4:10 കേട്ടോ, പുലർച്ചെ 4:10. അപ്പോൾ ഈ പുലർച്ചെ 4:10 എങ്ങോട്ടാന്നല്ലേ, എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട് രമേശേട്ടൻ. രമേശേട്ടൻ എന്നോട് നാളെ തലേന്ന് പറഞ്ഞു നാളെ രാവിലെ പുലർച്ചയ്ക്ക് നമുക്ക് പുതിയാപ്പ ഹാർബർ വരെ ഒന്ന് പോകണം. ഈ രമേശേട്ടൻ്റെ അടുത്ത് 2 വീലർ ഇല്ലാത്തതിനെ കൊണ്ട് മൂപ്പരധികം സൈക്കിളാണ് എല്ലാവർക്കും യാത്ര ചെയ്യുക. അപ്പോൾ മൂപ്പര് കോഴിക്കോട് ചാലപ്പുറം അവിടെ വെയിറ്റ് ചെയ്യുക. അപ്പോൾ പുലർച്ചെ ഒരു 4 മണിയാകുമ്പോൾ അവിടെ എത്തണം എന്ന് പറഞ്ഞ് ഞാൻ ഉറങ്ങിയിരിക്കാൻ കുറച്ച് നേരം വൈകി. എന്നാലും ഒരു 4:10 ആകുമ്പോൾ ഞാൻ വീട്ടിൽ നിന്ന് പെട്ടെന്ന് ബൈക്കായിട്ട് ഇറങ്ങി. അപ്പോൾ മൂപ്പര് ഞാൻ ഏകദേശം ഒരു 4:20-25 ആകുമ്പോൾ അവിടെ എത്തിക്കണേ. ആ മൂപ്പരിനെ വെയിറ്റ് ചെയ്ത് അവിടെ നിൽക്കുന്നുണ്ട്. മൂപ്പര് ടൈമൊക്കെ നല്ല പഞ്ചായത്തി ഉള്ള ആളുണ്ട്, കറക്റ്റ് ടൈമിൽ അവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ട്. അപ്പോൾ എന്നോട് ചോദിച്ചു ആരും സൈക്കിൾ എവിടെയാണ് വെക്കേണ്ടതെന്ന്. അപ്പോൾ ഞാൻ എൻ്റെ ജിമ്മിൻ്റെ താഴെയാണ് ആ സൂപ്പർ മാർക്കറ്റ് കാണുന്നത്. അപ്പോൾ ഞാൻ മൂപ്പരോട് ആ സൂപ്പർ മാർക്കറ്റിൻ്റെ സൈഡിൽ അവിടെ വണ്ടി അവിടെ സൈഡാക്കിയിട്ട് ലോക്ക് ചെയ്തോളാൻ പറഞ്ഞു. അപ്പോൾ എന്തിനാണെന്ന് കോഴിക്കോട് പുതിയാപ്പ ഹാർബറിലേക്ക് പോകണമെന്ന് വെച്ചാൽ രമേശേട്ടൻ കോഴിക്കോടുള്ള സൽക്കാര ഹോട്ടലിലെ സ്ഥിരം ഒരു സന്ദർശകനാണ്. മിക്ക ദിവസങ്ങളിലും സൽക്കാര ഹോട്ടലിൽ നിന്നാണ് രമേശേട്ടൻ ഫുഡൊക്കെ കഴിക്കുക. അങ്ങനെ സൽക്കാര ഹോട്ടലിൽ നിന്ന് ഫുഡ് കഴിച്ച് അവിടെ ഉള്ളൊരു ഫുഡ് സപ്ലൈ ചെയ്യുന്ന ഒരു പയ്യനായിട്ട് നല്ല സൗഹൃദത്തിലായി. അയാളായിട്ട് സൗഹൃദത്തിലായിട്ട് രമേശേട്ടനും അയാളും കൂടി പുതിയൊരു ബിസിനസ് തുടങ്ങാൻ വേണ്ടി ആരംഭിച്ചു. എന്താ ബിസിനസ് എന്ന് വെച്ചാൽ പുതിയാപ്പയിൽ നിന്ന് ഹോൾസെയിലായിട്ട് മീനെല്ലാം എടുത്തിട്ട് മീൻ കിട്ടാത്ത പ്രദേശങ്ങളിൽ കൊണ്ടുപോയിട്ട് മീൻ കച്ചവടം ചെയ്യാന്നുള്ളതാണ് പുതിയൊരു ബിസിനസ്. അപ്പോൾ ഹോൾസെയിലായിട്ട് മീൻ എടുക്കുക, അതുപോലെ തന്നെ അത് നമ്മളെ മീൻ കിട്ടാത്ത നമ്മുടെ വയനാട് പോലുള്ള ഏരിയകളിൽ വയനാട് റോഡുകളിലൊക്കെ കൊണ്ടുപോയിട്ട് മീൻ കച്ചവടം ചെയ്യാമെന്നുള്ള പുതിയൊരു ബിസിനസ്സിന് ഇന്ന് തുടക്കം കുറിക്കുകയാണ്. അതിനു വേണ്ടിയാണ് ഞങ്ങൾ രാവിലെ തന്നെ പുതിയാപ്പ ഹാർബറിലേക്ക് പോകുന്നത്. അദ്ദേഹത്തിന് ഒരുപാട് രമേശേട്ടന് ഒരുപാട് ജോലി തിരക്കുള്ളതിനെ കൊണ്ട് ആ ബിസിനസ് തുടങ്ങാൻ ആവശ്യമുള്ള സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങളൊക്കെ രമേശേട്ടൻ ചെയ്തു കൊടുത്തു. മറ്റു ബിസിനസ്സും കച്ചവടവും കാര്യങ്ങളൊക്കെ പുതിയ സുഹൃത്തായ ആഷിക്കാണ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അപ്പോൾ ഈ പോണത് രമേശേട്ടനാണ്. കണ്ട ഏതോ ഫോറിനേഴ്സാണെന്ന് വിചാരിക്കും. എന്നാൽ രമേശേട്ടൻ മീൻ വാങ്ങാൻ പോവാണ് രാവിലെ തന്നെ. അപ്പോൾ ബാഗിൽ എന്താണെന്ന് വെച്ചാൽ കച്ചവടത്തിന് പോകുമ്പോഴുള്ള യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഗ്ലൗസും അതുപോലെ തന്നെ തൂക്കി നോക്കാനുള്ള ആ മെഷർമെൻറ്റ് ചെയ്യണ ആ മെഷീനൊക്കെ ഉണ്ടല്ലോ, അതും കാര്യങ്ങളൊക്കെയാണ് ബാഗൊക്കെ ആ ബാഗിലിട്ടിട്ട് തോളത്തിട്ട് നടക്കുന്നത്. അപ്പോൾ പുതിയാപ്പ ഹാർബറിൽ ആദ്യമായിട്ടാണ് ഞങ്ങൾ ഈ നേരത്തെ ഇങ്ങോട്ട് പോകുന്നത്. കാരണം പുലർച്ചെ സമയത്ത് ഹാർബറിലേക്കൊന്നും വരേണ്ട ആവശ്യത്തിൽ വരാത്തതിനെ കൊണ്ട് തന്നെ പുതിയാപ്പ ഹാർബർ ആദ്യമായിട്ടാണ് ഈ ഒരു സമയത്ത് കാണുന്നത്. നല്ല റഷായിട്ടുള്ളൊരു സമയമാണ് പുതിയാപ്പ. 4 മണി ഞങ്ങൾ ചെന്ന സമയത്ത് ഒരുപാട് ബോട്ടുകൾ വന്ന് നിൽക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഒരുപാട് മീനുകളെ ബോട്ടിൽ നിന്ന് ഇറക്കുന്നുണ്ട്. ആഷിക്കിനെ ഞങ്ങൾ ഫോൺ ചെയ്തപ്പോൾ ആഷിക്ക് പറഞ്ഞ് ഹാർബറിൻ്റെ അറ്റത്ത് വെയിറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ടെന്ന്. ഞാനും രമേശേട്ടനും കൂടി ആഷിക്കിനെ തിരഞ്ഞിങ്ങനെ പോയി. പോണവയ്ക്ക് നല്ല തിരക്കാണ്, നടക്കാൻ വരെ വളരെ ബുദ്ധിമുട്ടുള്ള ഒരു സമയമാണ് ഈ സമയം. 4 മണി ഒരു 4:30 സമയം. അങ്ങനെ ഞങ്ങൾ ആഷിക്കിനൊക്കെ കണ്ടു. ആഷിക്ക് മീനൊക്കെ 2 ബോക്സ് മീൻ മാറ്റി വെച്ചിട്ടുണ്ട്. ഈ കാണുന്നതല്ല, ഇത് ലേലത്തിന് വേണ്ടി വെച്ച കോരമീനാണ്, ഒരുപാടുണ്ട്. അത് ഇമ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണെന്നാണ് അതിൻ്റെ ആളുകൾ പറഞ്ഞത്. രമേശേട്ടൻ എടുത്തത് ഒരു ബോക്സ് കോരി, അതുപോലെ തന്നെ ഒരു ബോക്സ് കൂമ്പ്. ഇത് രണ്ടുമാണ് ആദ്യം എടുത്ത് മാറ്റി വെച്ചു. ഇനി എന്തെങ്കിലും വേറെ മീനുകൾ കച്ചവടം ചെയ്യാൻ പറ്റിയ വേറെ മീനുകൾ ഉണ്ടോ എന്ന് ആശിക്ക് നോക്കുന്നുണ്ട്. ഒരു ബോക്സിൽ കൂടി വേറൊരു വെറൈറ്റി ആയിട്ട് ഏതെങ്കിലും ഒരു മീനും കൂടി എടുക്കും. അങ്ങനെ മീനിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്ന സമയത്താണ് രമേശേട്ടൻ ഒരു സുഹൃത്തുണ്ട്, സുഭാഷ് എന്ന് പറഞ്ഞ ഒരാളെ രമേശേട്ടനോട് ഒരുപാട് കാര്യങ്ങളും വിഷയങ്ങളൊക്കെ ചോദിച്ചതിന് ശേഷം അയാളെ പോക്കാന്ന് വെച്ച് പറഞ്ഞ് ഞങ്ങളോട് പറഞ്ഞു വേണമെങ്കിൽ ഒന്ന് ബോട്ട് കയറി കണ്ടോളൂ. ക്യാബിനെ കയറാൻ ഈ കാണുന്നത് നോക്കി അതിന് ബോട്ടിൻ്റെ ഫ്രണ്ടിലേക്കൊക്കെ നല്ല ഇരുട്ടായതിനെ കൊണ്ടാണ് ആ വീഡിയോ കേട്ടിടാത്തത്. അപ്പോൾ ഞങ്ങൾ പിന്നെ പെട്ടെന്ന് ഒരു വിഷയം തോന്നുന്ന കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ സ്റ്റോർ റൂമുണ്ട്. ഈ സ്റ്റോർ റൂമിൽ എങ്ങനെയാണ് മീൻ പുറത്തേക്ക് എടുക്കുന്നതെന്ന് വെച്ചാൽ 2 പണിക്കാർ അപ്പുറം നിന്ന് കമ്പിട്ടിട്ട് ബോക്സുമ്പോൾ കുറച്ച് വലിച്ച് പൊന്തിച്ചിട്ട് ആ കമ്പീനെ കൊണ്ട് വലിച്ചിട്ടാണ് കൊണ്ടുപോകുന്നത്. വളരെ അനായാസമായിട്ട് അവർ ചെയ്യുന്നുണ്ട്. കാരണം അവരെന്നും ചെയ്യുന്നൊരു ജോലി ആയതുകൊണ്ട് അവർക്ക് അതൊരു ബുദ്ധിമുട്ടായി തോന്നിയില്ല. അപ്പോൾ ഞങ്ങൾ അവിടെ നിൽക്കുന്ന കണ്ടപ്പോൾ ഞങ്ങളോട് പറഞ്ഞു വേണമെങ്കിൽ സ്റ്റോർ റൂമിലേക്ക് ഇറങ്ങിക്കോളൂ എന്ന്
പറഞ്ഞു. ഞാനും രമേശ് ചേട്ടനും നേരെ സ്റ്റോർ റൂമിലേക്ക് ഇറങ്ങി. സ്റ്റോർ റൂമിൽ സിനിമകളിലൊക്കെ കാണാമെന്നല്ലാതെ നേരിട്ട് ഒരു ബോട്ടിൻ്റെ സ്റ്റോർ റൂമിലേക്ക് ഇറങ്ങണ ആദ്യമായിട്ടാണ്. സ്റ്റോർ റൂമിലേക്ക് ഇറങ്ങിയപ്പോൾ ഒരുപാട് വെറൈറ്റി മത്സ്യങ്ങളുണ്ട്. കൂന്തൽ, കോര, അയില, ചെമ്മീൻ, അങ്ങനെ ഒരുപാട് മത്സ്യങ്ങൾ ഓരോ അറകളിലാക്കിയിട്ട് ഇങ്ങനെ മാറ്റി വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ എല്ലാത്തിലും ഐസ് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ചില മത്സ്യങ്ങളെ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. ചില അതെന്തിനാന്ന് എനിക്ക് ഞാൻ ചോദിച്ചില്ല, കാരണം അതിൻ്റെ ഉള്ളിൽ ജോലിക്കാർ തിരക്കാണ്. എല്ലാവരും നല്ല തിരക്കിലാണെങ്കിൽ കൂടി ഒരുപാട് തമാശകൾ ഇങ്ങനെ പറയുന്നുണ്ട്. രമേശ് ചേട്ടനും അങ്ങോട്ട് തമാശകൾ പറയുന്നുണ്ട്. അവർ വിചാരിച്ച് ഞങ്ങളേതോ വീഡിയോ വ്ളോഗൊക്കെ ചെയ്യാൻ വന്ന ആളുകളാണെന്ന്. പക്ഷെ ആ സമയത്ത് ഞങ്ങൾക്ക് അവർ പറഞ്ഞ ഞങ്ങളെ വീഡിയോസൊക്കെ എടുത്തോളൂ, ഞങ്ങളും കൂടി വീഡിയോയിലൊക്കെ ഉൾപ്പെടുത്തണമെന്നൊക്കെ പറഞ്ഞു. പക്ഷെ ഞങ്ങൾക്ക് അതിശയമായിട്ട് തോന്നിയത് എന്താ വെച്ചാൽ നല്ല തണുപ്പാണ് അതിൻ്റെ ഉള്ളിൽ. അതുപോലെ തന്നെ അവിടെ മല പോലെ ഐസ് ഇങ്ങനെ കൂട്ടി വെച്ചിട്ടുണ്ട്. അത് എന്തുകൊണ്ട് ഉരുകണില്ല എന്നുള്ളത് ഞാൻ ചോദിച്ചില്ല. അപ്പോൾ രമേശ് ചേട്ടൻ മറ്റെല്ലാ അറകളിലും ഞങ്ങൾ കയറി അതെല്ലാം കണ്ട് ഒരു പ്രത്യേക ഒരു അനുഭവമായി. നല്ല തണുപ്പും നല്ല എന്താ പറയുക, അവിടെ പണിക്കാരൻ നല്ല പെരുമാറ്റങ്ങളും, ഇവിടെ വന്ന് എടുത്തോളൂ, അതെടുത്തോളൂ, ഇതെടുത്തോളൂ എന്നൊക്കെ അതിന് ഒരു മത്സ്യത്തൊഴിലാളി ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ഐസിൻ്റെ ഒരു കൂമ്പാരം പോലെ ഐസ് കൂട്ടിയിട്ട് അതിൻ്റെ മുകളിൽ ഞണ്ട്, അതുപോലെ തന്നെ ആ റൂമുകളിലൊക്കെ ഒരുപാട് ഐസുകൾ തന്നെ ഒരുപാട് അറകളിലുണ്ട്. അപ്പോൾ നടക്കുന്ന സമയത്ത് അതിൻ്റെ മുതലാളി ഞങ്ങളോട് പറയുന്നുണ്ട് ശ്രദ്ധിച്ച് നടക്കണം, കാരണം ഐസിൻ്റെ ചെറിയ ചെറിയ പീസുകൾ ഉണ്ടാവും. ഈ പീസ് ചവിട്ടിയിട്ട് വൈകി പോകാൻ സാധ്യത ഉണ്ട്. അപ്പോൾ വീണ് പോയി ഞാൻ 1-2 പ്രാവശ്യം എൻ്റെ കാലൊന്ന് ചെല്ലിയിട്ട്, എന്നാലും കുഴപ്പമില്ല. ഞാൻ രമേശ് ചേട്ടനോടും പറയുന്നുണ്ട്, രമേശ് ചേട്ടൻ നടക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ. ഞാൻ 2 തവണ വൈകി പോയിട്ട് വീഡിയോ എടുക്കുന്ന സമയത്ത് നമുക്ക് താഴത്തേക്ക് ശ്രദ്ധിക്കാൻ കഴിയുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ വളരെ ശ്രദ്ധിച്ചാണ് പിന്നീട് 2 പ്രാവശ്യം വിൽക്കാൻ പോയതിന് ശേഷം പിന്നെ വളരെ ശ്രദ്ധിച്ചിട്ട് ഇങ്ങനെ നടക്കാൻ തുടങ്ങി. നല്ല തണുപ്പുള്ളതിനെ കൊണ്ടാണ് കേട്ടോ രമേശ് ചേട്ടൻ ആ കയ്യും കെട്ടി ഇങ്ങനെ നിൽക്കുന്നത്. ഈ തൊഴിലാളികൾക്ക് അത് സ്ഥിരമായിട്ട് ചെയ്യുന്നതിനെ കൊണ്ട് അവർക്കത് അത്ര വലിയൊരു പ്രശ്നമായിട്ട് തോന്നുന്നില്ല. അങ്ങനെ അതിനുശേഷം ഞങ്ങൾ നേരെ മീനും മറ്റു കാര്യങ്ങളൊക്കെ രമേശ് ചേട്ടൻ എന്തൊക്കെയോ കാര്യങ്ങൾ അവരോടൊക്കെ ചോദിക്കുന്നുണ്ട്. കോരൻ്റെ ഇതെങ്ങനെയാണ് പിടിക്കുന്നത്, എങ്ങനെയാണ്, അതുപോലെ തന്നെ കോര മാത്രം എത്ര ഒരു എങ്ങനെയാണ് കിട്ടുക, എത്ര ദിവസം നിങ്ങൾ ബോട്ടിലേക്ക് പോയ കാര്യങ്ങളൊക്കെ ഈ കാര്യങ്ങൾ മൂപ്പര് തൊഴിലാളികളോട് ചോദിക്കുന്നുണ്ട്. അതിന് ശേഷം ഞങ്ങൾ സ്കൂളിൽ നിന്ന് നേരെ ബോട്ടിലേക്ക് തന്നെ കയറി. ബോട്ടിൽ എങ്ങനെയാണെന്ന് ഈ ബോട്ടിലേക്ക് കടൽ വെള്ളം തന്നെ അടിച്ചിട്ട് മീൻ വൃത്തിയാക്കിയതിന് ശേഷമാണ് മീൻ പുറത്തേക്ക് കൊടുക്കുക. അതിനുശേഷം അവർ കോരയാണെങ്കിൽ കോര മാത്രം ഒരു സൈഡിലേക്ക് ബോക്സിലാക്കി മീൻ വെച്ചിട്ട് ഇത് ലേലം വെക്കും. അല്ലെങ്കിൽ ഈ എക്സ്പോർട്ട് ചെയ്യാനുള്ളതാണെങ്കിൽ ആ കാര്യങ്ങളൊക്കെ അതിനു വേണ്ടിയുള്ള കാര്യങ്ങളൊക്കെ അവിടെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ കൂട്ടിയിട്ട കോര കച്ചവടത്തിനാണോ എന്ന് ചോദിച്ചപ്പോൾ അത് എക്സ്പോർട്ട് ചെയ്യാൻ വേണ്ടിയാണ്. അവിടെ ഒരു പ്രത്യേകത, ഹാർബറിൽ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ എല്ലാവരും തിരക്കാണ്. അപ്പോൾ ചെറുകിട കച്ചവടക്കാർ മുതൽ വലിയ ലേലം വിളികൾ വരെ ഹാർബറിൽ നടത്തുന്നുണ്ട്. ചെറിയ മീൻപലകളൊക്കെ വെച്ചിട്ടുള്ള ചെറിയ കച്ചവടങ്ങൾ നടക്കുന്നുണ്ട്. അതുപോലെ തന്നെ വലിയ വലിയ ലേലം വിളികൾ അവിടെ നടക്കുന്നുണ്ട്. പിന്നെ ചെറിയ കല്യാണത്തിനൊക്കെ ആവശ്യങ്ങൾക്ക് മത്സ്യം വാങ്ങാൻ വേണ്ടി ആളുകളൊക്കെ വരുന്നുണ്ട്. ഞങ്ങൾ 2 ബോക്സ് ബാഗ് എടുത്ത് വണ്ടിയിലേക്ക് കയറ്റി. ഈ സമയത്ത് തന്നെ മഴ ഇങ്ങനെ ചെറുതായിട്ട് ചാറുന്നുണ്ട്. അപ്പോൾ രമേശ് ചേട്ടനൊരു ഉദ്ഘാടനം എന്നുള്ള രീതിയിൽ വണ്ടി ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് ഫസ്റ്റിലിട്ട് മുന്നോട്ട് എടുക്കണമെന്നുണ്ടേ. ഞാൻ മഴയും മറ്റു കാര്യങ്ങളും ഒക്കെ ആയതുകൊണ്ട് പിന്നീട് ആക്കാമെന്ന് വിചാരിച്ചു. ഓക്കെ, താങ്ക് യു.